യാത്രകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഗർഭിണിയായാലോ? യാത്രകൾ പോസിബിളാണോ? ഗർഭിണിയാണെന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ജോലിക്ക് പോലും യാത്ര ചെയ്തു പോകാതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളോട് പർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ ഡോക്ടർ യാത്ര ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ യാത്രകൾ പ്രഗ്നൻസിയിൽ സേഫാണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മെത്തഡ്സ് എന്തൊക്കെയാണ്? 2 വീലേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾ നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പൊതുവെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ പ്രഗ്നൻസിയിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് നടുവേദനയൊക്കെ ഉണ്ടാകാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതൊന്നും നിങ്ങളുടെ പ്രഗ്നൻസിയെയോ വയറ്റിലുള്ള കുഞ്ഞിനെയോ ബാധിക്കുകയില്ല. പക്ഷേ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ 2 വീലേഴ്സിലൊക്കെ പോകുമ്പോൾ ചെറിയ ആക്സിഡൻറ്റോ മറ്റോ ഉണ്ടായാൽ അത് പ്രഗ്നൻസിയെ ബാധിക്കാം. പിന്നെ കാറിലാണെങ്കിലോ? കാർ പ്രഗ്നൻസിയിൽ സേഫായുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ദൂരെ യാത്രയാണ് പോകുന്നതെങ്കിൽ ഇടയ്ക്കൊക്കെ കാറ് നിർത്തി പുറത്തൊക്കെ ഇറങ്ങിയൊന്ന് നടന്ന് ധാരാളം വെള്ളം കുടിച്ച് വേണം പോകാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെ കാറിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് റെസ്റ്റ് റൂംസിലോ ഹോട്ടൽസിലോ മറ്റോ കയറി യൂറിൻ പാസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും നേരം മൂത്രം പിടിച്ചു വെച്ചാൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വഴിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈജീനിക് ആയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരികയോ വേണം. യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള മെഡിസിനും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിന്ന് യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇരിക്കുകയാണെങ്കിൽ തന്നെ ബസ്സിൻ്റെ വീലിന് തൊട്ട് മുകളിലുള്ള സീറ്റിൽ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ട്രെയിനാണ് പ്രഗ്നൻസിയിൽ യാത്ര ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നിങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വാഷ്റൂം ട്രെയിനിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനി ഫ്ലൈറ്റിലാണെങ്കിലോ? ഏർലി പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്ത് പ്രഗ്നൻസി യൂട്രസിനകത്താണെന്നും മറ്റ് പ്രശ്നങ്ങളില്ല എന്നും ഉറപ്പുവരുത്തണം. കാരണം ഏർലി പ്രഗ്നൻസിയിലാണ് ചെറിയ ബ്ലീഡിങ്ങും സ്പോട്ടിങ്ങും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. സാധാരണ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് എല്ലാം 28 ആഴ്ച വരെയാണ് പ്രഗ്നൻറ്റ് ലേഡീസിനെ ട്രാവൽ ചെയ്യാൻ അലോ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ 34 വീക്സ് വരെയൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഡെലിവറിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ നാട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിൻ്റെ പ്രോട്ടോക്കോൾ എന്താണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം. ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് അല്ലാതെ അയൽ സീറ്റ്, അതായത് നടപ്പാതയോട് ചേർന്നുള്ള സീറ്റ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോഴേ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതൊക്കെ ആയാലും അനാവശ്യമായ യാത്രകൾ പ്രഗ്നൻസിയിൽ ഒഴിവാക്കാം. നമുക്കറിയാമല്ലോ, പൊതുവെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, പ്രതിരോധശേഷി കുറഞ്ഞ ഒരു കണ്ടീഷനാണ് പ്രഗ്നൻസി. മറ്റുള്ളവർക്ക് വരുന്നതിലും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അൺനെസസറി ജേർണീസും ക്രൗഡ്സിലേക്കുള്ള യാത്രകളും പ്രഗ്നൻസിയിൽ ഒഴിവാക്കാം.